ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ യൂണിറ്റ് കോസ്റ്റിംഗ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യൂണിറ്റ് കോസ്റ്റിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇനി നമുക്ക് പറയാനുള്ളത്. ഇതാണ് പൊതുവെ എക്സാമിന് ചോദിക്കാറുള്ളത്. ഓക്കെ, നമുക്ക് ഇനി എടുക്കാനുള്ളത് കമ്പ്യൂട്ടേഷൻ ഓഫ് ടെൻഡർ പ്രൈസ് ആണ്. അപ്പോൾ എന്താണ് ടെൻഡർ എന്ന് നമുക്ക് മനസ്സിലാവാം അല്ലേ. ടെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനുഫാക്ചറിങ് കമ്പനി അവരുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവരത് അഡ്വർടൈസിങ് ആയിട്ട്, അതായത് അതിൻ്റെ ഓർഡർ സ്വീകരിക്കാൻ വേണ്ടി, അവരുടെ പ്രൊഡക്റ്റ് കൂടുതൽ ഓർഡർ സ്വീകരിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യും, അഡ്വർടൈസ് ചെയ്യും. ഓക്കെ, ടെൻഡർ എന്നുള്ള ടൈറ്റിലിൻ്റെ അണ്ടറിലാണ് നമ്മൾ എന്ത് ചെയ്യുക, അത് അവർ എന്ത് ചെയ്യുക, അഡ്വർടൈസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ടെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രൊഡക്റ്റിൻ്റെ ഓർഡർ അനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ടെൻഡർ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവർ ഓർഡർ ചെയ്യുന്ന അതിൻ്റെ ആ യൂണിറ്റിൻ്റെ ടോട്ടൽ പ്രൈസ് ആണ് എന്താ ടെൻഡർ പ്രൈസ് അല്ലെങ്കിൽ കൊട്ടേഷൻ പ്രൈസ് എന്ന് പറയും. ഓക്കെ, അതായത് ഇവിടെ അവരെത്രയാണോ ഓർഡർ ചെയ്യുന്നത് അതിൻ്റെ എസ്റ്റിമേറ്റ് ചെയ്യുക, ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മുൻകൂട്ടി നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ പ്രൈസ് എസ്റ്റിമേറ്റ് ചെയ്യുക. ഓക്കെ, അതാണ് എന്ത് ടെൻഡർ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ യൂണിറ്റ് കോസ്റ്റിങ്ങിൽ നമ്മളിവിടെ ടെൻഡർ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു സ്ഥാപനത്തിൽ നമ്മൾ പ്രൊഡക്റ്റ് എന്ത് ചെയ്യണം, മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കണം, അത് സെയിൽ ചെയ്യുമ്പോൾ അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കണം എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ടെൻഡർ പ്രൈസ് അല്ലെങ്കിൽ കൊട്ടേഷൻ പ്രൈസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റിൻ്റെ സെല്ലിംഗ് പ്രൈസ് എസ്റ്റിമേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ടെൻഡർ പ്രൈസ് ഓർഡർ അനുസരിച്ചിട്ടുള്ള ഈ പ്രൊഡക്റ്റിൻ്റെ ഒരു യൂണിറ്റിന് വരുന്ന കോസ്റ്റ് എത്രയാണ്, അല്ലെങ്കിൽ എത്ര ഓർഡർ ആണോ ആ ഓർഡറിന് വരുന്ന സെല്ലിംഗ് പ്രൈസ് കോസ്റ്റ് എത്രയാണ് എന്നുള്ളത് നമ്മൾ നോക്കാനാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ഒരുപാട് മെത്തേഡ്സ് നമ്മൾ പറയുന്നുണ്ട് ടെൻഡർ പ്രൈസ് കാണാൻ വേണ്ടിയിട്ടും. അത് ഓരോന്നും അതിൻ്റെ ആ ക്വസ്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിലാണ് നമ്മളിത് ഏത് മെത്തേഡാണ് നമ്മൾ നോക്കുക. ഇവിടെ ഫസ്റ്റ് മെത്തേഡ് വരുന്നത് ഓൺ ദ ബേസിസ് ഓഫ് പെർസെൻറ്റേജ് ഓഫ് ഓവർ ഹെഡ് എന്നാണ്. ഓക്കെ, ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ എത്ര ടോട്ടൽ പ്രൊഡക്ഷൻ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണ് എന്നൊന്നും നമുക്ക് എന്ത് ചെയ്യില്ല, ക്വസ്റ്റ്യനിൽ തരില്ല. ഓക്കെ, നമുക്ക് ഇവിടെ കുറച്ച് ഡീറ്റെയിൽസ് തരും, എന്നിട്ട് അവർ ഇത്ര ഓർഡറിന് എത്രയായിരിക്കും പ്രൈസ്, സെല്ലിംഗ് പ്രൈസ് വരിക എന്നുള്ളതാണ് ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അവർ ടോട്ടൽ എത്ര പ്രൊഡ്യൂസ് ചെയ്തു, അതേപോലെ തന്നെ അവർ ഈ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണ് എന്നൊന്നും നമുക്ക് ഇവിടെ എന്ത് ചെയ്യില്ല, തരില്ല. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കുകയാണ്. ഓക്കെ, നമുക്ക് ഇവിടെ ഓൾറെഡി തന്നിട്ടുള്ള എന്താണ് ക്വസ്റ്റ്യന് തന്നിട്ടുള്ള ഡീറ്റെയിൽസ് ഉപയോഗിച്ചും കൊണ്ട് നമ്മൾ ആദ്യം കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഓവർഹെഡിന്റെ പേഴ്സൻറ്റേജ് കാണുകയാണ് ചെയ്യുന്നത്. ഓവർഹെഡിന്റെ പേഴ്സൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മെയിൻലി ഫാക്ടറി ഓവർഹെഡ്, അതേപോലെ തന്നെ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. ഓക്കെ, ഇതിന്റെ പേഴ്സൻറ്റേജ് കാണുകയാണ്. ആ പേഴ്സൻറ്റേജിന്റെ ബേസിലാണ് നമ്മൾ ആ ഒരു ഓർഡറിന്റെ ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒന്നുകൂടി നിങ്ങൾക്ക് വളരെ വ്യക്തമാവും. അപ്പോൾ ഇവിടെ നമുക്ക് ഇക്വേഷൻ തന്നിട്ടുണ്ട്, അതായത് ഓഫീസ് ഓവർഹെഡിന്റെ പേഴ്സൻറ്റേജ് കാണാൻ, ഫാക്ടറി ഓവർഹെഡ്, ഫസ്റ്റ് ഫാക്ടറി ഓവർഹെഡ് ആണോ വരുന്നത്. ഫാക്ടറി ഓവർഹെഡിന്റെ പേഴ്സൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ്, ഫാക്ടറി ഓവർഹെഡ് ഡിവൈഡ് ബൈ ഡയറക്റ്റ് വേജസ് ഇൻറ്റു 100 അല്ലെ. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് എന്താണ്, ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ആണ് അല്ലെ. ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡിന്റെ ഇക്വേഷൻ എന്താണ്, ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ഡിവൈഡ് ബൈ ഫാക്ടറി കോസ്റ്റ് ഇൻറ്റു 100. ഓക്കെ, ഇനി നെക്സ്റ്റ് ആയിട്ട് വരുന്നത് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആണ് അല്ലെ. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ഇക്വേഷൻ എന്താണ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ഡിവൈഡ് ബൈ ഫാക്ടറി കോസ്റ്റ് ഇൻറ്റു 100 ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം ഇത് നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിലാണ് ഇവിടെ ഓവർഹെഡിന്റെ പേഴ്സൻറ്റേജുകൾ കാണാം. ഓക്കെ, അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് എന്താണ്, ടെൻഡർ പ്രൈസ് കാണാൻ വേണ്ടിയിട്ടുള്ള വേറൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കണം. ആദ്യം തന്നിട്ടുള്ള ഡാറ്റാസ് ഉപയോഗിച്ചും കൊണ്ട് കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കണം, അതിനുശേഷം ഈ പേഴ്സൻറ്റേജ് കാണാം, അതിനുശേഷം ടെൻഡർ പ്രൈസ് കണ്ടുപിടിക്കാനുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതായത് എത്രയാണോ നമുക്ക് ഇവിടെ ഓർഡർ പറഞ്ഞിട്ടുള്ളത് ആ ഓർഡറിന് അനുസരിച്ചുള്ള പ്രൈസ് എത്രയായിരിക്കും, പ്രോഫിറ്റ് എത്രയായിരിക്കും എന്നുള്ളത് കാണാനാണ്. ഓക്കെ,
ഓക്കെ. അപ്പോൾ ഇനി ഇവിടെ പ്രോഫിറ്റ് കാണുന്നതിന് ഒരു കേസ് പറയുന്നുണ്ട്. അതായത് നമ്മൾ പ്രോഫിറ്റ് കാണുക എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം എല്ലാ ഓവർഹെഡുകളും ആഡ് ചെയ്ത് ലാസ്റ്റ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ലെ, എത്രയാണ് കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ് എന്ന് കിട്ടും. അതിൽ നിന്ന് പ്രോഫിറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ സെയിൽസ് കിട്ടും അല്ലെ, അങ്ങനെയാണ് നമ്മൾ ചെയ്യാറ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ പ്രോഫിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് ഒന്നെങ്കിൽ സെയിൽസിന്റെ ഒരു സെർട്ടൈൻ പെർസെൻറ്റേജിലായിട്ട് കാണാം. ഇനി നമുക്ക് ലാസ്റ്റ് ടോട്ടൽ കോസ്റ്റിന്റെ ബേസിലാണ് കാണുന്നത് വെച്ചാൽ അതിന്റെ ഒരു പെർസെൻറ്റേജ് ഉണ്ട്, അതിന്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രോഫിറ്റ് കാണാം. ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നത് വെച്ചാൽ സെയിൽസിന്റെ 1/10 ആണ് പ്രോഫിറ്റ് എന്നുണ്ടെങ്കിൽ കോസ്റ്റിന്റെ 1/9 ആയിരിക്കും. ഓക്കെ. അതേപോലെ തന്നെ സെയിൽസിന്റെ 1/9 ആണെങ്കിൽ കോസ്റ്റിന്റെ എന്തായിരിക്കും, 1/8 ആയിരിക്കും. അതായത് സെയിൽസിന്റെ 20% ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു 5% കൂടി ഇൻക്രീസ് ചെയ്ത് 25% കോസ്റ്റിന്റെ ആയിരിക്കും പ്രോഫിറ്റ് വരിക. ഓക്കെ. അപ്പൊ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റത്തെ മെത്തേഡിലുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പോവാണ്. അതിന് മുന്നേ ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ക്വസ്റ്റ്യൻ എന്താണ്? ദ അക്കൗണ്ട്സ് ഓഫ് എ മെഷീൻ മാനുഫാക്ചറിംഗ് കമ്പനി ഡിസ്ക്ലോസ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഫോർ ദി 6 months ending 31st 12th 2020. Materials used 1,50,000, productive wages 1,20,000, factory overhead expense 24,000, establishment and general expense 17,640 ആണ് തന്നിട്ടുള്ളത്. ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. എന്നിട്ട് പ്രിപ്പയർ ദി കോസ്റ്റ് ഷീറ്റ് ഓഫ് ദി മെഷീൻസ് and calculate the price which the company should quote for the manufacture of a machine requiring material valued at rupees 1,250 and expenditure in productive wages of rupees 750 so that the price may yield a profit of 20% on selling price. നമുക്ക് ഇവിടെ വാല്യൂസ് ഓരോ അവിടെ കൺസ്യൂം ചെയ്തിട്ടുള്ള ആ ഒരു 6 months അവർ യൂസ് ചെയ്തിട്ടുള്ള കോസ്റ്റ് വന്നിട്ടുള്ള ഓരോ ഓവർഹെഡ് എക്സ്പെൻസുകളിലാണ് തന്നിട്ടുള്ളത്. ഓക്കെ. അതിനുശേഷം നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് എന്താ വെച്ചാൽ കോസ്റ്റ് ഷീറ്റ് മെഷീൻ്റെ ഉണ്ടാക്കാൻ പറയുന്നുണ്ട്. അതേപോലെ തന്നെ കമ്പനിയുടെ ഒരു എന്ത് ചെയ്യേണ്ട ആ ഒരു ടെൻഡർ പ്രൈസ് കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. എത്രയാ? 1,250 മെറ്റീരിയലിന് വാല്യൂ വന്നിട്ടുണ്ട് ടെൻഡർ പ്രൈസിൽ. അത് കണ്ടുപിടിക്കാൻ നമ്മളോട് ഇവിടെ ടെൻഡർ പ്രൈസ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. മെറ്റീരിയലിന് 1,250 ആണ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ പ്രൊഡക്റ്റീവ് വേജസ് 750 ആണ്. വേജസ് എന്ന് പറയുന്നത് 750 ആണ്. അതേപോലെ സെല്ലിംഗ് പ്രൈസിന് 20% എന്ത് പ്രോഫിറ്റ് എന്നും പറയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ഈ 6 മാസത്തെ അവിടെ ഉണ്ടായിട്ടുള്ള എക്സ്പെൻസുകളുടെ കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കണം. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത്, കോസ്റ്റ് ഷീറ്റ്. ഓക്കെ. കോസ്റ്റ് ഷീറ്റിന്റെ ഫോർമാറ്റ് അറിയാലോ. പർട്ടിക്കുലേഴ്സ് എമൗണ്ട് കോളം. നമുക്ക് ഇവിടെ എമൗണ്ട് കോളം മതി, അധികം ഐറ്റംസ് ഒന്നുമില്ല. ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെയാണോ തന്നിട്ടുള്ളത് അത് വെച്ചിട്ട് ആദ്യം കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കണം. ഇവിടെ മെറ്റീരിയൽ തന്നിട്ടുണ്ട്, അതേപോലെ പ്രൊഡക്റ്റീവ് വേജസ് തന്നിട്ടുണ്ട്, ഫാക്ടറി ഓവർഹെഡ് എക്സ്പെൻസ് തന്നിട്ടുണ്ട്, എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് ജനറൽ എക്സ്പെൻസ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ എങ്ങനെയാണോ അതിന്റെ ഓർഡർ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് ടോട്ടൽ കോസ്റ്റ് കാണുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ആദ്യം മെറ്റീരിയൽ ആണ് വരിക. ഇവിടെ 3 മാസത്തെ 6 months ആണ് കേട്ടോ. ആ 6 months ആണ് നമ്മളിപ്പോ എന്ത് ചെയ്യുന്നത്, കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കുന്നത്. ഓക്കെ. ആദ്യം വരുന്നത് മെറ്റീരിയൽ ആണ്. മെറ്റീരിയൽ യൂസഡ് എത്രയാണ്? 1,50,000. ഓക്കെ. അതേപോലെ ഇത് പ്രൈം കോസ്റ്റ് ആണ്. അടുത്തത് വേജസ് വരുന്നുണ്ട് അല്ലെ. ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് പ്രൊഡക്റ്റീവ് വേജസ് എത്രയാണ്? പ്രൊഡക്റ്റീവ് വേജസ് പറയുന്നത് 1,20,000 അല്ലെ. അതായത് ടോട്ടൽ എത്ര വരും?
2,70,000 വരും അല്ലെ. ഈ 2,70,000 എന്ന് പറയുന്നത് എന്താണ്? പ്രൈം കോസ്റ്റ് ആണ്. ഓക്കെ, 2,70,000 എന്ന് പറയുന്നത് പ്രൈം കോസ്റ്റ് ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫാക്ടറി ഓവർഹെഡ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാണ് വേണ്ടത്. നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടോ? ഉണ്ട്. ഫാക്ടറി ഓവർഹെഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞത് 24,000 തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അത് ആഡ് ചെയ്യാം. ഫാക്ടറി ഓവർഹെഡ് എക്സ്പെൻസ് 24,000. ഓക്കെ, ഇതെന്ത് ചെയ്യാം? ടോട്ടൽ ചെയ്യാം. അപ്പൊ 2,94,000 വരും. ഓക്കെ, 24,000 ഇതും 2,94,000 വരും. ഇനി ഈ 2,94,000 എന്താണ്? ഫാക്ടറി കോസ്റ്റ് അല്ലെങ്കിൽ വർക്ക് കോസ്റ്റ് എന്നാണ് പറയുക. ഫാക്ടറി കോസ്റ്റ് അല്ലെങ്കിൽ വർക്ക് കോസ്റ്റ്. ഓക്കെ, ഇനി ഇതിന്റെ കൂടെ നമ്മൾ എന്താ ചെയ്യാം? ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. അതിനുശേഷം സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടുക അല്ലെ. ഇവിടെ നമുക്ക് വേറൊരു ഐറ്റം കൂടി തന്നിട്ടുള്ളൂ. എന്താണ്? എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് ജനറൽ എക്സ്പെൻസ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യാം? വേറെ ഒന്നുമില്ല. അപ്പോൾ ഡയറക്റ്റ് അത് എഴുതാം. എസ്റ്റാബ്ലിഷ്മെന്റ് ജനറൽ എക്സ്പെൻസ്. എത്രയാണ് തന്നിട്ടുള്ളത്? 17,640. ഓക്കെ, 17,640 അത് ആഡ് ചെയ്യുക. അപ്പോൾ 3,11,640 വരും. ഇതാണ് എന്താ? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഈ ഒരു പ്രൊഡക്ഷനിൽ വന്നിട്ടുള്ള കോസ്റ്റ്, ഈ ഒരു 3 മാസം നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള കോസ്റ്റ് ആണ് ഇത്. ഓക്കെ, അപ്പൊ നമ്മൾ ആ സ്റ്റെപ്പില് ഈ ഒരു മെത്തഡിൽ പറയുന്ന പോലെ ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്തു, കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കി. ഇനി രണ്ടാമത് പറയുന്നത് ഓവർഹെഡിന്റെ പെർസെൻറ്റേജ് കാണാനാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഫാക്ടറി ഓവർഹെഡ് ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് ഓഫീസ് ഓവർഹെഡ് ഉണ്ട്. അപ്പൊ നമ്മൾ അത് കാണാം. ഓരോന്നിന്റെയും ഓവർഹെഡ് കാണാം. അപ്പോൾ നമ്മൾ ആദ്യം ഫാക്ടറി ഓവർഹെഡ് ആണ്. ഫാക്ടറി ഓവർഹെഡിന്റെ പെർസെൻറ്റേജ് ഇത് എന്തിനാ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി ടെൻഡർ പ്രൈസ് കാണുമ്പോൾ ഈ ഒരു പെർസെൻറ്റേജിലായിരിക്കും ആ ടെൻഡർ പ്രൈസിലുള്ള ഫാക്ടറി ഓവർഹെഡിന് കൊടുക്കുക. പിന്നെ നമ്മൾ ജനറൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് ജനറൽ എക്സ്പെൻസിന്റെ ഓവർഹെഡ് പെർസെൻറ്റേജ് കാണും. ആ പെർസെൻറ്റേജിലായിരിക്കും അവിടെ ടെൻഡർ പ്രൈസിൽ നമ്മളത് ആ ഒരു എമൗണ്ട് കാണിക്കാം. ഓക്കെ, അപ്പൊ ഫാക്ടറി ഓവർഹെഡിന്റെ പെർസെൻറ്റേജ് ആണ് കാണാൻ പോകുന്നത്. ഫാക്ടറി ഓവർഹെഡിന്റെ പെർസെൻറ്റേജിന്റെ ഇക്വേഷൻ എന്താണ്? അതായത് ഫാക്ടറി എന്താണ് വരിക? ഫാക്ടറി ഓവർഹെഡ് ഡിവൈഡ് ബൈ വേജസ് അല്ലെ, ഡയറക്റ്റ് വേജസ് ഇൻറ്റു 100. ഓക്കെ, ഫാക്ടറി ഓവർഹെഡ് അതായത് ഫാക്ടറി എക്സ്പെൻസ് എത്രയാണ്? 24,000. 24,000 ഡിവൈഡ് ബൈ പ്രൊഡക്റ്റീവ് വേജസ് 1,70,000. 1,20,000 ഇൻറ്റു 100. അതായത് എത്ര വരും? ഇവിടെ 20% വരും. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് ജനറൽ എക്സ്പെൻസ്, അതാണ് വേറെ ഓവർഹെഡ് വരുന്നത്. അപ്പോൾ അത് എഴുതാം. എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് ജനറൽ ഓവർഹെഡ് അല്ലെങ്കിൽ എക്സ്പെൻസ്. ഓക്കെ, അത് എത്രയാണ്? എസ്റ്റാബ്ലിഷ്മെന്റ് ജനറൽ എക്സ്പെൻസ് ഡിവൈഡ് ബൈ ഫാക്ടറി കോസ്റ്റ് ഡിവൈഡ് ബൈ ഇൻറ്റു 100 ആണ് വരിക. അപ്പോൾ ഇത് എത്രയാണ്? 17,640 അല്ലെ. 17,640 ഡിവൈഡ് ബൈ ഫാക്ടറി കോസ്റ്റ് ആണ്. ഫാക്ടറി കോസ്റ്റ് എത്രയാണ് വരുന്നത്? 2,94,000. ഓക്കെ, 2,94,000 ഇൻറ്റു 100, അതായത് 6% ആണ് വരും. ഓക്കെ, അപ്പൊ നമ്മൾ ഫാക്ടറി ഓവർഹെഡിന്റെ പെർസെൻറ്റേജ് കണ്ടു. ഇനിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മളെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ള എന്താണ് അത് കാണാൻ പോകുന്നത്. അതായത് ടെൻഡർ പ്രൈസ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് ടെൻഡർ ആണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. Okay, statement of tender.
ടെൻഡർ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുകയാണ്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള ആ ഐറ്റംസ് ഒക്കെ എടുക്കണം. ഇവിടെ ആ ക്വസ്റ്റ്യനിൽ പറയുന്ന ആ പെർസെൻറ്റേജ് ഇത് എന്താണോ അതാണ് ചെയ്യേണ്ടത്. ഇവിടെ മെറ്റീരിയൽ ക്വസ്റ്റ്യൻ പറയുന്നത് ₹1250 ടെൻഡറിൻ്റെ ഇത് വന്നിട്ടുള്ളത്. അതേപോലെ പ്രൊഡക്റ്റീവ് വേജസ് 750 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നത്. അപ്പോൾ അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ മെറ്റീരിയൽ 1250, പ്രൊഡക്റ്റീവ് വേജസ് അല്ലേ, പ്രൊഡക്റ്റീവ് വേജസ് എത്രയാ, 750 ആണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ടോട്ടൽ എടുക്കുക, അതായത് 2000. ഇതാണ് എന്ത്, പ്രൈം കോസ്റ്റ്. ഓക്കെ, ആ ഒരു പർട്ടിക്കുലർ ടെൻഡറിന്റെ മാത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഓക്കെ, 2000. ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ടത്, നമുക്കറിയാം ഇവിടെ എന്തുണ്ട്, ഫാക്ടറി ഓവർഹെഡ് ഉണ്ട് അല്ലേ. അപ്പൊ ഫാക്ടറി ഓവർഹെഡ് അല്ലെങ്കിൽ ഫാക്ടറി എക്സ്പെൻസ്. ഫാക്ടറി ഓവർഹെഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിന്റെ ബേസിലാണ് ഫാക്ടറി ഓവർഹെഡ് നമ്മൾ ചെയ്യുന്നത്, ഡയറക്റ്റ് വേജിന്റെ ബേസിലാണ് ഫാക്ടറി ഓവർഹെഡ് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് വേജിന്റെ ബേസിലാണെന്ന് പറയുമ്പോൾ ഡയറക്റ്റ് വേജ് എത്രയാണ് ക്വസ്റ്റ്യനിൽ, 750. 750ന്റെ 20% എന്തായിട്ട് കൊടുക്കുക, ഫാക്ടറി ഓവർഹെഡ് ആയിട്ട് കൊടുക്കുക. അത് ആ സ്റ്റെപ്പിൽ പറയുന്നുണ്ട്, ഡയറക്റ്റ് വേജിന്റെ ബേസിലും അതേപോലെ മറ്റേത് നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയലിന്റെ ഫാക്ടറി കോസ്റ്റിന്റെ ബേസിലാണ് കാണും. അതായത് ഇവിടെ നമ്മൾ എന്താണോ ഡിനോമിനേറ്റർ ആയിട്ട് കൊടുക്കുന്നത് അതിന്റെ ആ ക്വസ്റ്റ്യനുള്ളതിന്റെ പെർസെന്റേജിലാണ് കാണും. ഓക്കെ, അപ്പൊ ഡയറക്റ്റ് വേജസ് എന്ന് പറയുന്നത് 750 ആണ്. 750ന്റെ എന്ത്, ഫാക്ടറി ഓവർഹെഡ് എത്രയാണ്, 20%. 750ന്റെ 20% ആണ് എന്ത് വരിക, ഫാക്ടറി ഓവർഹെഡ് വരിക. ഓക്കെ, അപ്പൊ 750ന്റെ 20% എന്ന് പറയുമ്പോൾ 150 ആണ് വരിക. ഓക്കെ, അപ്പൊ ഇത് കോസ്റ്റ് ടോട്ടൽ ചെയ്യുക, 2150 വരും. ഈ 2150 എന്ന് പറയുന്നത് എത്രയാണ്, എന്താണ്, ഫാക്ടറി കോസ്റ്റ് ആണ്. ഓക്കെ, ഫാക്ടറി കോസ്റ്റ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണ്, എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് ജനറൽ ഓവർഹെഡ്. നമ്മൾ മുന്നേ കോസ്റ്റ് ഷീറ്റിൽ എഴുതിയ എല്ലാ ഐറ്റം വരും. അത് പർട്ടിക്കുലർ പെർസെന്റേജിന്റെ ബേസിലോ അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ വേറെ ടെൻഡർ എന്ന് പറഞ്ഞ് തന്നതിന്റെ ബേസിലാണ് ചെയ്യുക. അടുത്തത് നമ്മൾ എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് ജനറൽ എക്സ്പെൻസ്. എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് ജനറൽ എക്സ്പെൻസ് ആണ്. ഓക്കെ, എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് ജനറൽ എക്സ്പെൻസ് അല്ലെങ്കിൽ ഓവർഹെഡ് എന്ന് പറയുന്നത് 6% ആണ്. എന്തിന്റെ ബേസിലാണ്, ഇവിടെ ഡയറക്റ്റ് വേജ് എടുത്തത്, ഇവിടെ നമ്മൾ എന്താ ഫാക്ടറി കോസ്റ്റിന്റെ ബേസിലാണ് എടുത്തിട്ടുള്ളത് അല്ലെ. അപ്പൊ ഫാക്ടറി കോസ്റ്റിന്റെ 6% ആണ് എടുക്കേണ്ടത്. അതായത് ഫാക്ടറി കോസ്റ്റ് എന്ന് പറയുന്നത് 2150 ആണ്. ഇതിന്റെ 6%. ഓക്കെ, 6/100. അപ്പൊ 2150ന്റെ 6% എന്ന് പറയുമ്പോൾ എത്ര വരും, 129 വരും. ഓക്കെ, 129. ഇനി ഇതെന്ത് ചെയ്യാ, ടോട്ടൽ ചെയ്യാം, 2150 പ്ലസ് 129. അപ്പൊ എത്ര വരും, 2279. ഓക്കെ, ഇതാണ് എന്ത്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, ഇതാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ആ ഒരു ടെൻഡറിന് വന്നിട്ടുള്ള കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണിത്. ഓക്കെ, ഓക്കെ, അപ്പൊ നമുക്കിത് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ലാസ്റ്റ് ഫൈനലായിട്ട് കിട്ടുന്നതാണ് സെല്ലിംഗ് പ്രൈസ്. എത്ര പ്രൈസിനാണ് സെല് ചെയ്തതെന്ന് കിട്ടുക. ഓക്കെ, സാധാരണ നമുക്ക് സെയിൽ എത്രയാണോ സെല്ലിംഗ് പ്രൈസ് എത്രയാണോ അത് തന്നിട്ട് പ്രോഫിറ്റ് കണ്ടുപിടിക്കുകയാണ് ചെയ്യാറ്. ഇവിടെ നമുക്ക് പ്രോഫിറ്റും തന്നിട്ടില്ല സെല്ലിംഗ് പ്രൈസും തന്നിട്ടില്ല. ഇവിടെ ക്വസ്റ്റ്യൻ എന്ത് പറയുന്നുണ്ട്, ഈ സെല്ലിംഗ് പ്രൈസിന്റെ 20% എന്താ, പ്രോഫിറ്റ് എന്ന് പറയണം. പ്രോഫിറ്റ് എന്ന് പറയണം. ഓക്കെ, അപ്പോ 20% സെല്ലിംഗ് പ്രൈസിന്റെ, ഇവിടെയുള്ള സെല്ലിംഗ് പ്രൈസിന്റെ 20% പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ റൂൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സെല്ലിംഗ് പ്രൈസിന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസിന്റെ 1/10 ആണെന്നുണ്ടെങ്കിൽ കോസ്റ്റിന്റെ എത്ര ആയിരിക്കും, 1/9 ആയിരിക്കും. പ്രോഫിറ്റ് എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസിന്റെ 1/9 ആണെങ്കിൽ കോസ്റ്റിന്റെ എത്ര ആയിരിക്കും, 1/8 ആയിരിക്കും പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ സെല്ലിംഗ് പ്രൈസിന്റെ 20% ആണെന്ന് പറയുമ്പോൾ കോസ്റ്റിന്റെ 25% ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മള് ഇവിടെ നമുക്ക് കോസ്റ്റ് ഉണ്ട്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ടോട്ടൽ കോസ്റ്റ് കിട്ടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ടോട്ടൽ കോസ്റ്റിന്റെ എന്ത് ചെയ്യാം, 20% എടുക്കാം. ഓക്കെ, അപ്പൊ അതായത് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 അല്ല 25%.
അല്ലെങ്കിൽ 1/10 1/9 ചെയ്താലും മതി. 2279 25% കാണും. ഓക്കെ, അപ്പൊ ആ കിട്ടുന്ന വാല്യൂ ആണ് പ്രോഫിറ്റ്. അപ്പൊ ഇവിടെ എത്രയാണ് വരിക? 570 ആണ് വരിക. ടോട്ടൽ ചെയ്യാം. അപ്പൊ എത്ര കിട്ടും? 2849. ഇതാണ് എന്ത്? സെല്ലിംഗ് പ്രൈസ്. ഈ പ്രൈസിനാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ആ മെഷീൻ വിറ്റിട്ടുള്ളത്. സെല്ലിംഗ് പ്രൈസ്, ആ ഒരു ടെൻഡർ നമ്മൾ സ്വീകരിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് മെത്തേഡിൽ ടെൻഡർ സ്റ്റേറ്റ്മെന്റ്, ടെൻഡർ സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാം. അപ്പോൾ എപ്പോഴും ഓർക്കേണ്ടത് എന്താ പറയുക, 20% ആണെന്നുണ്ടെങ്കിൽ സെല്ലിംഗ് പ്രൈസിന്റെ 20% ആണെങ്കിൽ കോസ്റ്റിന്റെ 25% ആവും. സെല്ലിംഗ് പ്രൈസിന്റെ 1/10 ആണെങ്കിൽ കോസ്റ്റിന്റെ 1/9 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഈ ഒരു പ്രൈസിനായിരിക്കും ഈ ഒരു ടെൻഡർ എന്ത് ചെയ്യാം? സെല്ല്